തൃശൂരിൽ അപകടത്തിൽപ്പെട്ട ക്രിമിനൽ കേസ് പ്രതികളെ ആശുപത്രിയിൽ എത്തിച്ചതിന്റെ പേരിൽ യുവാവിനെ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി പരാതിക്കാരിയും മകനും. 19 വയസ്സുകാരനായ മകനെ ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നതായും പരാതി നൽകിയിട്ടും നടപടികളില്ലെന്നുമാണ് ആക്ഷേപം. സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേസിലെ പരാതിക്കാരിയായ ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര സ്വദേശി സരിതയും മകനും പറഞ്ഞു. തൃശൂർ ഇരിങ്ങാലക്കുട ആളൂരിൽ റോഡരികിൽ പരിക്കേറ്റ് കിടന്ന രണ്ടുപേരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരു 19 വയസ്സുകാരന് പോലീസുകാരുടെ ഭാഗത്തു നിന്നും മാനസിക പീഡനം നേരിടേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം. ആ സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി രംഗത്ത് വരികയാണ്. ഈ സംഭവത്തിൽ ഇടപെട്ട 19 വയസ്സുകാരൻ പയസും മാതാവ് സരിതയും പോലീസ് ഇടപെട്ട് ഈ വിഷയത്തിൽ അവർ പരാതി നൽകിയിരുന്നു. പക്ഷേ തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. റൂറൽ എസ് പിക്ക് പരാതി നൽകി. പരാതിയെ തുടർന്ന് എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ഡിവൈഎസ്പിയുടെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ അവർ കേട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ പോലീസുകാരെ വിളിപ്പിച്ചിട്ടുണ്ട്, അവർ വരട്ടെ, അതിനുശേഷം കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അവർ വിശദമായിട്ട് ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വായിക്കാൻ നിന്നിട്ട് പറഞ്ഞു ഇത് സത്യമല്ലേ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാനത് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷം വരെ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അന്ന് എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാമോ? ചുരുക്കി പറയാം. എയറടിക്കാൻ പോയതാണ്. എയറടിക്കാൻ പോയി ഇപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിലാണ് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി നിന്നപ്പോൾ ആംബുലൻസ് വന്നു. അതിലൊരുത്തന്നെ ഞാനെ പിടിച്ച് ചെയ്ത്. അപ്പോൾ ആംബുലൻസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു കൂടെ കയറാൻ പറഞ്ഞു, ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ കൂടെ കയറി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പോലീസ് വന്നു. പോലീസുകാർ നേരെ വന്നിട്ട് എന്നെയാണ് പിടിച്ചത്. നീയല്ലേ ഇവരെ കൂടെ വന്നതെന്ന് ചോദിച്ചിട്ട് ഇവരെന്നെ പിടിച്ചിട്ട് ഉള്ളി കൊണ്ടുപോയി ഉപ്പമാരെ ആക്കിയതിൻ്റെ പുറത്ത് നിർത്തി തന്നെ. ഒരു 1.5 മണിക്കൂറത്തോളം ഞാൻ അവിടെ ഒക്കെ ഉണ്ടായി. ഇവരെൻ്റെ ഫോൺ മേടിച്ചിട്ട് എൻ്റെ ഗാലറി ചെക്ക് ചെയ്യുക, എൻ്റെ മെസ്സേജുകൾ ചെക്ക് ചെയ്തായിരുന്നു. പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഹറാസ്മെന്റും ഉണ്ടായി അല്ലേ? നീ കഞ്ചാവ് അടിക്കണല്ലേ, MDMA അടിക്കണല്ലേ എന്നൊക്കെ ചോദിച്ചു. നീ എന്താ മെരിഞ്ഞിരിക്കണേ, നിന്നെ കണ്ടറിയാന്ന് പറഞ്ഞ് ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു അവര്. മകനുമായി സംസാരിച്ചല്ലോ. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ SP കണ്ട് പരാതി നൽകി. പരാതിയിന്മേൽ എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ പറയുന്നത് അവരൊരിക്കലും എൻ്റെ മോനെന്നല്ല വേറെ ഒരാളുടെ അടുത്ത് ചെയ്യാൻ പാടില്ല. ഇവർ കുറ്റക്കാരാരാണെന്ന് അവർ എന്തായാലും കണ്ടുപിടിക്കണം, അവർക്ക് അതേ നടപടി ഉണ്ടാവണം. അതാണ് എൻ്റെ ആവശ്യം. നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശ്രമം പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്, ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ഇപ്പോൾ ഒരു ഇൻഫോം ചെയ്യാം. ഇതുവരെ അവർ മിണ്ടിയിട്ടില്ല. അത് തന്നെയല്ല ഇന്നൊരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ പോലീസ് DYSP ഞങ്ങൾ ഇന്നലെ കണ്ടയാൾ പറയുന്നുണ്ടായിരുന്നു അത് പോലീസ് എടുത്ത ഫോട്ടോ അല്ല, അത് ഇവൻ വേറെ ആരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഫോർവേഡ് ചെയ്ത ഫോട്ടോ ആണെന്ന്. ഇവൻ്റെ ഫോൺ ഇരിക്കുന്നത് പോലീസിൻ്റെ കയ്യിലാണ്, അല്ലാതെ അവൻ്റെ കയ്യിൽ ഇല്ല ഫോട്ടോ. അപ്പോൾ എൻ്റെ ആവശ്യം അത് ആരാണ് എടുത്തത്, ആർക്കാണ് ഫോർവേഡ് ചെയ്തത്, എങ്ങനെയാണത് എനിക്ക് കിട്ടിയത്, അതും കൂടി എനിക്കറിയണം. അതും കൂടിയാണ് എൻ്റെ ആവശ്യം. സരിതയും മകനും വ്യക്തമാക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഇക്കാര്യത്തിൽ ഒരു തെറ്റായ നിലയിലുള്ള പ്രചാരണങ്ങളും ആരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല പരാതി കൊടുത്തത് മാനസിക ആരോപണത്തിനും അല്ലെങ്കിൽ മാനസിക പീഡനത്തിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ വിഷയത്തിലുമാണ്. അപകടത്തിൽപ്പെട്ട ഒരാളെ സഹായിച്ചതിൻ്റെ പേരിലാണ് മകൻ ഇത്തരത്തിൽ പഴി കേൾക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം, പരിശോധന നടക്കണം. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടിയുണ്ടാകണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.